ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ രേവതി സച്ചിയോട് പറയാണ്, എനിക്ക് സച്ചിയേട്ടൻ തന്ന കടയല്ലേ, എനിക്കത് സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, ഈ കട ഒഴിവാക്കാൻ പരാതിപ്പെട്ടവർ വിചാരിച്ചിട്ടുണ്ടാവും നീ അടുക്കളയിലത്തെ ജോലിയും വീട്ടുജോലിയും എടുത്ത് നീ അങ്ങനെ ഒതുങ്ങി കൂടിക്കോളും എന്ന് കരുതിയിട്ടാവും എന്ന്. സച്ചി പറയാണ്, ദേ നോക്കിയ എൻ്റെ കാറ് പോയി, എന്നിട്ട് പിന്നെ ഞാൻ വാങ്ങിയില്ലേ, പിന്നെയും പോയി, പിന്നെയും വാങ്ങി, പിന്നെ നീ എനിക്ക് വാങ്ങി തന്നില്ലേ എന്നൊക്കെ പറയാം. നമ്മുടെ ജീവിതത്തിലും നല്ലത് വരും എന്ന് നീ അങ്ങനെ വിചാരിക്ക്, നീ ഭക്ഷണം കഴിക്കുക എന്ന് സച്ചി പറയാണ്. പിന്നീട് ചന്ദ്ര വന്ന് വിളിക്കുകയാണ്, രേവതി രേവതി എന്ന് വിളിക്കുകയാണ്. നീ എന്താ എനിക്ക് ചായ തരാത്ത എന്നൊക്കെ ചോദിച്ച് നോക്കി നിൽക്കുക. ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ്, നീ രേവതിയെ കണ്ടോ, ഇവൾ എവിടേക്കാണ് പോയത്, അടുക്കളയിലെ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല, നിനക്ക് അവൾ ചായ തന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. രേവതി വിഷമത്തോടെ പറയാണ്, ഞാൻ എൻ്റെ കട പോയതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ് എന്നൊക്കെ. ശ്രുതി ചോദിക്കുകയാണ്, നിനക്ക് നിൻ്റെ അമ്മയുടെ കടയുടെ അടുത്ത് ഇട്ടാൽ പോരായിരുന്നോ, നീ ഇവിടെ ഇട്ടിട്ട് തന്നെയല്ലേ പരാതി കൊടുത്തത് എന്നൊക്കെ. ചന്ദ്ര പറയാണ്, ശ്രുതിക്കാണെങ്കിൽ പാർലർ ജോലിയുണ്ട്, വർഷയാണെങ്കിൽ കോടീശ്വരിയാണ്, നീയല്ലേ ഇപ്പോൾ ജോലി ഇല്ലാത്തത്, അപ്പോൾ നീ വീട്ടിലെ ജോലി തന്നെ ചെയ്യേ, എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുക, വേഗം പോയി ഉണ്ടാക്കുക എന്നൊക്കെ പറയാണ്. അത് കേട്ട് സച്ചി വരികയാണ്. സച്ചി അപ്പോൾ ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങളെ മരുമക്കളൊക്കെ, അവരൊക്കെ എന്താ വെറുതെ ഇരിക്കുകയാണോ എന്നൊക്കെ പറയാണ്. ഒടുവിൽ വിഷമത്തോടെ രേവതി അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നീട് നടക്കാൻ പോയ രവി സച്ചിയെ കണ്ടു. സച്ചിയോട് ചോദിക്കുകയാണ്, നീ ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേ എന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എനിക്കിന്ന് ആ മാനസികാവസ്ഥയിലല്ല, ഞാൻ പോകുന്നില്ല, വെറുതെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ എനിക്കറിയാം, രവി പറയാണ്, എനിക്കറിയാം നിൻ്റെ വിഷമം, ഒരു കട പോയതിൻ്റെ വിഷമം എത്ര ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം, നീ വിഷമിക്കണ്ട. രവി പറയാണ്, പൂക്കട ഇരുന്ന സ്ഥലം കാണുമ്പോൾ ഒരു വിങ്ങലാണ്, ഭയങ്കര വിഷമമായി എന്നൊക്കെ പറയാണ്. അവിടെ മാല കെട്ടിക്കൊണ്ടിരുന്ന രേവതിയെ എൻ്റെ മനസ്സിൽ കാണുകയാണ്, അത് കാണുമ്പോൾ എനിക്ക് സങ്കടം വരികയാണ് എന്ന് പറയാണ് രവി. അപ്പോൾ സച്ചി പറയാണ്, അവളുടെ മുഖത്തെ സന്തോഷം മാഞ്ഞില്ലേ അച്ഛാ, എനിക്കത് ഓർക്കുമ്പോഴാണ് വിഷമം. എന്നിട്ട് രവി പറയാണ്, നമുക്ക് കോർപ്പറേഷൻ ഓഫീസിലൊന്ന് പോയാലോ, നമുക്കതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് സച്ചിയോട് പറയാണ്. അപ്പോൾ സച്ചി പറയാണ്, ഞാൻ പോവാം അച്ഛാ, അച്ഛൻ വരണ്ട എന്ന്. പിന്നീട് രവി ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് അച്ഛാ, എനിക്ക് സംശയമുണ്ട്, തെളിവൊന്നുമില്ലാത്ത കാരണമാണ് ഞാനൊന്നും മിണ്ടാത്തത്, എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയാണ്. അച്ഛനുമില്ലേ സംശയം? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ തനി സ്വരൂപം എനിക്ക് എന്തെങ്കിലും ഒന്ന് പുറത്ത് കാണിക്കേണ്ടി വരുമെന്ന് പറയാണ്. രവി പറയുന്നുണ്ട്, രേവതി നല്ല മനസ്സുള്ള കുട്ടിയാണ്, അവളെ വേദനിച്ചവരെ എന്തായാലും വെറുതെ വിടാൻ പറ്റില്ല എന്നൊക്കെ. രവി പറയാണ്, രേവതിയുടെ ജീവിതം അടുക്കളയിൽ തീരേണ്ടതല്ല, സ്വന്തം കാലിന്മേൽ നിൽക്കാൻ ഒരു വരുമാനം വേണം, അതാണ് ഇനി ചെയ്യേണ്ടത് എന്ന്. സച്ചി പറയാണ്, രേവതിയോടുള്ള അമ്മയുടെ പരിഹാസത്തിന് എനിക്കൊരു മറുപടി കൊടുക്കണമെന്ന്. ഒടുവിൽ സച്ചി തീരുമാനിക്കുകയാണ്, എങ്ങനെയെങ്കിലും രേവതിയെ സന്തോഷിപ്പിക്കണം, അവൾക്ക് എങ്ങനെയെങ്കിലും ഒരു കട ഇട്ട് കൊടുക്കണം എന്ന ആലോചനയിലാണ് സച്ചി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്